ശരിക്കും തണുപ്പിൻ്റെയൊക്കെ സീസൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും കേട്ടോ, ദൈവം എങ്ങനെയെങ്കിലും ഒന്ന് ചൂടായിരുന്നെങ്കിൽ, ചൂട് വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങ് സഹിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ തണുപ്പെല്ലാം അങ്ങ് മാറി പിന്നെ ചൂട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ചൂട് സമയമാണ് കേട്ടോ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈശ്വര വീണ്ടും ആ തണുപ്പൊന്ന് വന്നിരുന്നെങ്കിൽ ഒന്ന് സമാധാനമായിട്ട് കിച്ചണിൽ വന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിക്കായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ്, കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റാത്തത്രയും ചൂടാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശാല മനസ്കനായ നമ്മുടെ കഫീൽ നമുക്ക് ഒരു AC കിച്ചണിലും കൂടെ വെച്ച് തരണം കേട്ടോ. പുള്ളിക്കാരൻ ഇപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ കൂടെ തന്നെ വെച്ച് തരണം. ഇപ്പോൾ AC റൂമിൽ കിച്ചണിൽ കൂടെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയും വേണ്ട, നീ വീട്ടിൽ പോക്കണം പറയും. അപ്പോൾ എന്തായിരുന്നാലും ഈ ചൂട് സമയത്ത് കിച്ചണിൽ കയറാന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്കൊന്നും പറ്റില്ല. നമ്മുടെയൊക്കെ ഊപ്പാട് വന്നു നോക്കണം. ചിലപ്പോഴൊക്കെ വിചാരിക്കും കിച്ചണിലൊന്നും ഉണ്ടാക്കാതെ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസം പുറത്ത് പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ശമ്പളം കോട്ടക്കാർക്ക് വീതം വെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഈ ഒടുക്കത്തെ ചൂടിന് ശമനം കിട്ടാനുള്ള വഴിയെന്ന് പറയുന്നത് ആകെ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മളെ ലെമണാണ്. നമ്മുടെ മോര് കറി ഉണ്ടാക്കി കഴിക്കുക എന്നതാണ് ചൂട് സമയത്ത് അത്യാവശ്യം ഒരു ആശ്വാസം കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഇത് മോര് കറി ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ഫ്രിഡ്ജിൽ ഉണ്ടാക്കിക്കൊണ്ട് കുറച്ച് നേരം വെച്ചിട്ട് എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. പിന്നെ കട്ടൻ ചായ നമ്മളിനി ചൂടായാലും തണുപ്പായിരുന്നാലും അല്ലടാ 4:30ക്കുള്ള കട്ടൻ ചായ നമ്മളെ കൊണ്ട് പറ്റൂല. അതിന് ചൂടായാലും തണുപ്പായിരുന്നാലും നമ്മൾ മലയാളികളല്ലേ, കട്ടൻ ചായ വിട്ട ഒരു പരിപാടി നമുക്കില്ല. പരിപ്പൂട കിട്ടാത്തതുകൊണ്ട് തൽക്കാലം കട്ടൻ ചായ കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ പരിപ്പൂടയും കട്ടൻ ചായയും കൂട്ടി ഒരു പിടിയങ്ങ് പിടിക്കണം. എന്ത് സഖാവേ?